ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സോൾഡറാണ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്കപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യമായിട്ട് വേണ്ടത് ഒരു ഈറ്റയാണ്. നമുക്കൊരു പിടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിടിയുടെ പാത്രത്തിന് വെച്ച് ഒന്നങ്ങ് മുറിച്ചെടുക്കണം. ഇതിൻ്റെ പുറത്തുള്ള തൊലി എന്ന് വെച്ചാൽ പച്ചപ്പില്ലേ, അതൊന്നങ്ങ് ചെത്തി വെടുപ്പാക്കിയിട്ട് വെടിപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണ്ടത് ഒരു കമ്പിത്തിരിയുടെ കമ്പിയാണ്. ഈ കത്തിത്തീർന്ന കമ്പിത്തിരി ഇല്ലേ, അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യണത്. ഇത് കോപ്പർ വയറാണ്, പെട്ടെന്ന് ചൂടാവും, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണത്. മിക്ക കമ്പിത്തിരികളിലും കോപ്പർ വയർ ആയിരിക്കും. ഇങ്ങനെ ബെൻഡ് ചെയ്ത് ആ പിടിയിൽ ഇറക്കി വയ്ക്കാൻ പാകത്തിന് കറക്റ്റ് സൈസിൽ ഇറക്കി വയ്ക്കാം. കറക്റ്റ് സൈസാണെങ്കിൽ അവിടെ ടൈറ്റായിട്ടിരുന്നോളൂ. പിന്നെ ടൈറ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ഇച്ചിരി MC എടുക്കുക. MC എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുക. അതിന് 32 AWG നിക്രോം കോയിൽ, 32ൻ്റെ അല്ലെങ്കിലും 24 ആയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു 32ൻ്റെയാണ്, അതാണ് അത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കോപ്പർ വയറിൻ്റെ അവിടെ ഇട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വയ്ക്കുക. എന്നിട്ട് 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരറ്റത്തേക്കും അതിൻ്റെ മറ്റേ അറ്റം എടുത്ത് അതിൻ്റെ നിക്രോമിൻ്റെ മറ്റേ അറ്റത്തേക്കും കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കുക. അത് സോൾഡറിങ് അയണാണ് ആ വെച്ചത്. അപ്പം സ്വിച്ച് ഓൺ ആക്കി വെക്കാം. ഓണാക്കി കഴിയുമ്പോൾ കണ്ടോ, നിക്രോം കിടന്ന് പഴുക്കണ കണ്ടോ. അങ്ങനെ പഴുത്ത് ആ കോപ്പറും ചൂടാവും. ചൂടാക്കി കഴിയുമ്പോൾ ശരിക്കും കിടന്ന് ഉരുക്കും. ഇത് ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ഉരുകുന്നുണ്ട്. 30 സെക്കൻഡ് പോലും വേണ്ട, 10-12 സെക്കൻഡിനുള്ളിൽ നന്നായിട്ട് ഉരുക്കും. നമുക്ക് തെർമോക്കോളിൽ വെച്ച് നോക്കിയാലോ. ഇതുപോലെ ഉരുന്ന സെറ്റപ്പായിട്ട് കിട്ടും. ഒരു കുപ്പി തുളയ്ക്കാൻ നോക്കിയാലോ, കണ്ടോ, പൊളിയായിട്ട് ഉരുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെടുകയും ഡിസ്ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.